നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും അതേപോലെ വാർത്തകൾ ഒരുപാട് സമൃദ്ധമായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചില അടിയന്തര ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് എന്ന വിവരമുണ്ട്. കെ സുധാകരനെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നേതൃതലത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. മറ്റൊന്നാണ് അമേരിക്കയിലുണ്ടായ വിമാന ദുരന്തം. വിമാനവും ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് 40ഓളം പേരുടെ മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തമായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസിൻ്റെ ചില വാർത്തകൾ കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം നാട്ടിലെന്തുണ്ട് അതിലേക്ക് കടക്കാം. അതിലാദ്യം ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ വൻ ഭൂമി കയ്യേറ്റം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടത്. പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്തെ NCC ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. സർക്കാർ ഉറപ്പ് ലംഘിച്ച് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ വീടും സ്ഥലവും ബാങ്ക് ലേലത്തിൽ വെച്ചു. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ തീർത്ഥയുടെ വീടാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാപദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. മീഞ്ച പഞ്ചായത്തിലെ ബാളിയാറിലെ എൻഡോസൾഫാൻ ദുരിതബാധിത തീർത്ഥയുടെ വീടാണ് കേരള ഗ്രാമീണ ബാങ്കിന്റെ മിയാപദവ് ശാഖ അധികൃതർ ലേലത്തിൽ വെച്ചിരിക്കുന്നത്. ഡ്രൈവറായ പ്രസാദ് ബീന ദമ്പതികളുടെ മകളാണ് തീർത്ഥ. ജന്മനാ തന്നെ ശാരീരിക വെല്ലുവിളിയുള്ള തീർത്ഥയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിലിറങ്ങേണ്ടി വന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. 2017 ക്യാമ്പിലുള്ളത് ലിസ്റ്റിൽ 511 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുള്ളതാണ്. പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാ മാസവും. പിന്നെ 5 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് നല്ലൊരു തുക ഇപ്പോഴും ബാക്കിയുണ്ട് കടം. ഇപ്പോൾ തന്നെ ഒരു 5 ലക്ഷത്തിന് മുകളിൽ വീണ്ടും കടമുണ്ട്. എന്നാലും ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇറക്കി വിടുന്ന കടം എന്ന് പറയുന്നത് ബാങ്കിലുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് നമ്മൾ തീർത്താൽ മതി. ഇറക്കി വിടുന്നത് കടപ്പാടും ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? അതേ ഉള്ളൂ ഇപ്പോൾ ടെൻഷനായിട്ടുള്ളത്. കൊച്ചിനെ കൊണ്ട് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 2014 മകളുടെ ചികിത്സയ്ക്കും കോൺക്രീറ്റ് ചെയ്ത് മാത്രം വെച്ചിരുന്ന വീടിന്റെ തേപ്പ് ജോലിക്കും മറ്റുമായി 2.5 ലക്ഷം രൂപ വീടിന്റെ ആധാരം ബാങ്കിൽ പണയപ്പെടുത്തി വാങ്ങിയത്. ഇതിൽ 1.5 ലക്ഷത്തോളം രൂപ മാത്രമേ തിരിച്ചടക്കാനായുള്ളൂ. പിന്നീട് ഏതാനും വർഷമായി തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി രംഗത്ത് വന്നത്. കടം ഇപ്പോൾ മുതലും പലിശയുമായി 5 ലക്ഷത്തോളം രൂപയായിട്ടുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. 2.5 ലക്ഷം രൂപ ഉടൻ തിരിച്ചടച്ചാൽ ജപ്തി നടപടി ഒഴിവാക്കാമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജപ്തിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. സ്ഥലം വിൽപ്പനയ്ക്കെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ ഇതിനോടകം ഫ്ലക്സ് ബോർഡ് കെട്ടി. ജപ്തി നടപടികളുടെ പേരിൽ ഒരാളെ പോലും കുടിയിറക്കില്ലെന്ന് സർക്കാർ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരയുടെ കുടുംബം തന്നെ ജപ്തി ഭീഷണി നേരിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. നമുക്കിനി പാലക്കാട്ടേക്കൊന്ന് പോകണം. പാലക്കാട് ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ കീഴായൂർ ലൗലി കോർണർ റോഡ് നവീകരണം പുരോഗമിക്കുകയാണ്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പാത റബറൈസ് ചെയ്യുന്നത്. ഇതിന്റെ പണികൾ അത് കാര്യമായി തന്നെ പുരോഗമിക്കുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളുങ്ങലിൽ നിന്ന് കീഴായൂർ ലൗലി കോർണറിലേക്കുള്ള പാതയാണ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത്.
റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവിലാണ് നവീകരണം. പട്ടാമ്പി ബ്ലോക്ക് LSGD വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല. നിലവിൽ പഴയ റോഡ് പൊളിച്ച് ആദ്യഘട്ട ലൈവിംഗ് പൂർത്തിയാക്കി. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസിൻ MLA നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും പ്രദേശത്ത് സന്ദർശനം നടത്തി. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് BMBC നിലവാരത്തിൽ ഇത് ഉയർത്തുന്ന, അതായത് നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബറൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. ഐറിഷ് ഡ്രെയിനിൻ്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച ഭാഗങ്ങളിൽ ഐറിഷ് ഡ്രെയിൻ ചെയ്യാനുള്ള പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭാഗം കൂടി ഐറിഷ് കൂടുതൽ ചെയ്യേണ്ടി വരും. അതിനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ റോഡിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഇതിൻ്റെ GSP ഇട്ട് എല്ലാ പ്രവർത്തനം കഴിഞ്ഞു. ഇനി BMBC ആണ് ചെയ്യാനുള്ളത്. ഈ രണ്ടും ചെയ്യുന്നത് ഉടനെ തന്നെ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടൂർക്കരയിൽ നിന്ന് ലവ്ലി കോർണർ, അല്ല നമ്മുടെ മഞ്ഞളുങ്കലിൽ നിന്ന് ലവ്ലി കോർണർ വരെ ഉള്ള റോഡ് വളരെ നല്ല റോഡായിട്ട് മാറും എന്നതിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റി ഭാഗത്തേക്ക് മറ്റൊരു റോഡ് മെയിൻ റോഡിന്റെ പുറമെ പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി മാറുകയാണ്. റബ്ബറൈസ് ചെയ്താണ് റോഡിന്റെ നവീകരണം. പട്ടാമ്പി നഗരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബൈപ്പാസ് റോഡായും ഉപയോഗിക്കാം. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് വല്ലപ്പുഴയിൽ റോഡിൽ രൂപപ്പെട്ട കുഴി വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡിന്റെ പകുതിയോളം കുഴിയാണ്. ഇതിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയിൽ വല്ലപ്പുഴ ഗേറ്റിന് സമീപത്തെ റോഡിലാണ് വലിയ കുഴി രൂപപ്പെട്ടത്. ഒരുപാട് കാലമായി പലവട്ടം പരാതി പറഞ്ഞെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടും കുഴി മൂടാൻ മാത്രം നടപടിയില്ല. നിലവിൽ റോഡിന്റെ പകുതിയോളം ഭാഗം കുഴിയാണ്. ഇടുങ്ങിയ ഭാഗത്തുകൂടിയാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നത്. സമീപത്തെ കച്ചവടക്കാർ താൽക്കാലിക വേലി ഒരുക്കിയാണ് യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. എന്നും നമ്മുടെ ഈ പ്രദേശവാസി വഴി പറയുന്നു 2 ദിവസമായിട്ട് മുമ്പ് ഒരു അപകടം ഉണ്ടായി. ജനങ്ങളുടെ വഴിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ വെൽഡിംഗ് ചെയ്തിട്ടുള്ള ഈ സാധനം ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. മേഖലയിൽ തുടർച്ചയായി അപകടം നടക്കുന്നുണ്ട്. രാത്രിയായാൽ കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ട ഇടപെടൽ അനിവാര്യമാണ്. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം എടയൂർ അത്തിപ്പറ്റയിലെ കോഴി മാലിന്യ പ്ലാന്റിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളാണ് പ്ലാന്റ് കാരണം ദുരിതമനുഭവിക്കുന്നത്. എടയൂർ അത്തിപ്പറ്റ പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ പ്ലാന്റിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. പ്ലാന്റ് കാരണം 100ഓളം കുടുംബങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത്. അശാസ്ത്രീയമായും നിയമങ്ങൾ കാറ്റിൽ പറത്തിയുമാണ് പ്ലാന്റിന്റെ പ്രവർത്തനമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷം മുമ്പ് ആരോഗ്യവകുപ്പ് അധികൃതർ ഫാക്ടറി പരിശോധിച്ചിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണിച്ച് പഞ്ചായത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ നാട്ടുകാർ പ്ലാന്റിനെതിരെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്ലാന്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ അതിന്റെ ഈ പൊല്യൂഷന്റെ ഭാഗം, ഈ സ്മെല്ല് അവർക്ക് വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രദേശത്തുള്ള പല വീടുകളിലും പോയി. അപ്പോൾ ശ്വാസം മുട്ടൽ അത് വർദ്ധിച്ചു വരുന്നു. പലതരത്തിലുള്ള അസുഖം ബാധിച്ച ആളുകളുണ്ട്. ആ അസുഖമൊക്കെ വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം CPIM നേതൃത്വത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ വീടുകളും പ്ലാന്റും സന്ദർശിച്ചു. എല്ലാ മാർഗവും ഉപയോഗിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ നേതാക്കൾ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. പയ്യന്നൂരിലെ സ്കൂളിൽ നിന്നും ലാപ്ടോപ്പും ക്യാമറയും കവർന്ന യുവാക്കൾ പിടിയിൽ. കാങ്കോൾ സ്വദേശികളായ AG ജമീൽ, NP യഹിയ എന്നിവരെയാണ് ഇൻസ്പെക്ടർ KP ശ്രീഹരിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 12-ാം തീയതി രാത്രിയായിരുന്നു പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിന്റെ ഓഫീസ് മുറി കുത്തിത്തുറന്ന് പ്രതികൾ ലാപ്ടോപ്പും ക്യാമറയും മോഷ്ടിച്ചത്. തൊട്ടടുത്ത ക്ലാസ് മുറിയും കുത്തിത്തുറന്ന നിലയിലായിരുന്നു. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്ന് കാസർഗോഡ് പനയാൽ കരുവക്കോട് സ്വദേശി V പ്രകാശിന്റെ ബുള്ളറ്റ് മോഷ്ടിച്ച ശേഷമാണ് ഇവർ പയ്യന്നൂരിൽ കവർച്ചയ്ക്കെത്തിയത്. സ്കൂളിൽ കവർച്ച നടത്തിയ ശേഷം ബുള്ളറ്റ് പെരുമ്പയിലെ ജ്വല്ലറിക്ക് സമീപം ഉപേക്ഷിച്ചു. എറണാകുളത്ത് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന മുഖ്യപ്രതി ജമീൽ കവർച്ചയ്ക്ക് ശേഷം എറണാകുളത്തേക്ക് മുങ്ങി. ഇതിനുശേഷം തിരിച്ചെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് കൂട്ടുപ്രതിയെയും കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 പയ്യന്നൂർ. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. മാർച്ച് 21 വരെ 2 മാസക്കാലത്തേക്കാണ് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കാതിരിക്കുക. പ്രജനനകാലത്ത് വരയാടുകൾ ഉണ്ടാകാൻ ഇടയുള്ള
ബുദ്ധിമുട്ടുകൾ വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് വരുന്നത്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനം. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുന്നത്. വരയാടിൻ്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം. ന്യൂസ് 18 മൂന്നാർ. ഈ കൊതുക് നമുക്കറിയാം, നാട്ടിലെമ്പാടും കൊതുക് പെരുകി വല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായൊരു വാർത്ത വരുന്നത് കൊതുക് നിർമ്മാർജ്ജനത്തിന് ശാസ്ത്രീയമായ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് കൊതുകുകളുടെ കൂത്താടികളെ മാത്രമായി കൊല്ലുന്ന പെപ്പറ്റൈഡ് അഥവാ ചെറിയ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇവരുടെ ഗവേഷണത്തിന് ഭാരത സർക്കാരിൻ്റെ പേറ്റന്റും കിട്ടിയെന്നുള്ള സന്തോഷകരമായ വാർത്തയുണ്ട്. കൊതുക് നശീകരണം എല്ലാ കാലവും എല്ലാവർക്കും വെല്ലുവിളി തന്നെയാണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ കൊതുകുകളെ മാത്രമായി നശിപ്പിക്കുക ഏറെക്കുറെ അസാധ്യവുമാണ്. ഇതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ജന്തുശാസ്ത്ര പഠന വകുപ്പിലെ റിട്ടയർഡ് പ്രൊഫസറും സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഇൻ മോളിക്യുലാർ ബയോളജി സ്ഥാപകനുമായ ഡോക്ടർ VM കണ്ണനും ഗവേഷക വിദ്യാർത്ഥിനി M ദീപ്തിയും ചേർന്ന് കണ്ടെത്തിയ പെപ്റ്റൈഡ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവർ വിശദീകരിക്കുന്നു. ഒരു വലിയ പ്രോട്ടീൻ ആയിട്ടാണ് നമ്മൾ ക്ലോൺ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്ലോൺ ചെയ്തെടുക്കുന്ന ബാക്ടീരിയ ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഈ ഒരു റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ ഉത്പാദിപ്പിക്കും. ഈ റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനുള്ള ബാക്ടീരിയയെ നിർജ്ജീവമാക്കിയതിനു ശേഷം അത് നമ്മൾ കൂത്താടികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഭക്ഷണ പദാർത്ഥമായിട്ട് ഈ ഒരു റീകോമിനൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂത്താടികളുടെ ദഹന വ്യവസ്ഥയിൽ എത്തുമ്പോൾ അന്നപഥത്തിൽ വെച്ചിട്ട് അത് ട്രിപ്സിൻ എന്ന എൻസൈം ക്ലീൻ ചെയ്തിട്ട് ഈ TMOF എന്ന പെപ്റ്റൈഡ്, ആക്റ്റീവായിട്ടുള്ള പെപ്റ്റൈഡ് വേർതിരിച്ച് കിട്ടും. ഈ വേർതിരിച്ച് ആക്റ്റീവ് ആവുന്ന പെപ്റ്റൈഡാണ് ആക്ച്വലി ഈ ഒരു ട്രിപ്സിൻ ഇനി വരുന്ന ട്രിപ്സിൻ എന്ന എൻസൈമിൻ്റെ ഉൽപ്പാദനത്തെ നിർത്തുകയും അതുവഴി ഈ ഒരു കൂത്താടികളുടെ ഡെത്തിന് കാരണമാവുകയും ചെയ്യുന്നത്. നിലവിൽ കൊതുക് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികൾ ജലാശയത്തിലെ മറ്റു ജീവികളെയും മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. അതിനെല്ലാം പരിഹാരമാകും ഈ കണ്ടെത്തൽ. കൊതുകുകളുടെ ലാർവകളെ നശിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു ഇൻസെക്ടിസൈഡ് ഡെവലപ്പ് ചെയ്തതിന് നമുക്ക് ഈയിടെ ഇന്ത്യൻ പാറ്റന്റ് ലഭിക്കുകയുണ്ടായി. ഈ കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് കൊതുകുകളുടെ ലാർവകളെ അല്ലാതെ വെള്ളത്തിലുള്ള മറ്റ് ജീവികളെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡുകളെല്ലാം തന്നെ മറ്റ് ജീവികളെയും അതുപോലെ മനുഷ്യനെയും ബാധിക്കുന്നവയാണ്. നിലവിൽ ഭാരത സർക്കാരിന്റെ പേറ്റന്റാണ് ഗവേഷണത്തിന് ലഭിച്ചിട്ടുള്ളത്. മോളിക്യുലാർ ബയോളജിയിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം പൂർത്തീകരിച്ചയാളാണ് ഡോക്ടർ കണ്ണൻ. പുതിയ കണ്ടുപിടുത്തത്തിന് അമേരിക്കൻ പേറ്റന്റ് ലഭിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഗവേഷകർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ TMOF പെപ്റ്റൈഡ് ഉൽപ്പാദിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളോ സ്റ്റാർട്ടപ്പുകളോ മുന്നോട്ട് വരുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് 18 മലപ്പുറം. ജാവയും ചേതക്കും വില്ലീസ് ജീപ്പും അടക്കം വിന്റേജ് വാഹനങ്ങളുടെ വലിയൊരു ശേഖരം ഒരുക്കിയിരിക്കുകയാണ് മലപ്പുറം എടപ്പാളിലെ ഹിഷാം അറക്കൽ. 16 വയസ്സ് മുതൽ വിന്റേജ് വാഹന ശേഖരം ഹോബിയാക്കിയ ഹിഷാമിന് ഇന്നത് ഒരു വരുമാന മാർഗം കൂടിയാണ്. ഒരു കാലത്ത് നിരത്തുകൾ അടക്കി ഭരിച്ച വാഹനങ്ങൾ. ഇങ്ങനെ യുവാക്കളുടെ ഹരമായ നിരവധി വാഹനങ്ങളാണ് ഹിഷാമിന്റെ ശേഖരത്തിലുള്ളത്. ബൈക്കുകളാണ് കളക്ഷനിലേറെയും. 72-ലെ ജാവ മുതൽ 95-ലെ റോഡ് കിങ് വരെയുണ്ട്. 16-ാം വയസ്സ് മുതലാണ് ഹിഷാം വിന്റേജ് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അന്നൊരു ചേതക്കായിരുന്നു കൈവശം. പിന്നീട് കുറെ കൂടി പഴയ വാഹനങ്ങൾ വേണമെന്നായി. ആദ്യം സ്കൂട്ടറുമ്പോൾ തന്നെ ആയിരുന്നു ചേതക്കുണ്ടായിരുന്നു. അത് പിന്നെ
കുറച്ചും കൂടി പഴയ മോഡൽ വേണം തോന്നി ആ വണ്ടി കൊടുത്ത്. പിന്നെ ഒരു 88 മോഡൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കൈമാറി ഇപ്പോൾ നിലവിൽ ഇത്ര വണ്ടികളുണ്ട്. ഇന്ന് 81-ലെ ലാംബി 150, 85-ലെ എൻഫീൽഡ് 350, 88-ലെ RX 100, എക്സ്കോർട്സ് 95-ലെ SD റോഡിംഗ്, രാജ്ദൂത്, ചേതക് അങ്ങനെ പഴയകാല വാഹനങ്ങളെല്ലാം ഹിഷാമിന്റെ ഗാരേജിലുണ്ട്. ഒപ്പം വില്ലീസ് എന്ന ചക്രവർത്തിയും. ശേഖരം മാത്രമല്ല, വരുമാനം കൂടിയാണ് ഹിഷാമിന് ഇവയെല്ലാം. ആവശ്യക്കാർക്ക് വാഹനം വിൽക്കും. റീസ്റ്റോർ ചെയ്തു കൊടുക്കണമെങ്കിൽ അതും ചെയ്യും ഹിഷാം. നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊടുക്കണമെങ്കിൽ റീസ്റ്റോർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വണ്ടി കൊടുക്കലുണ്ട് ഞാൻ. അതായത് മോശം കണ്ടീഷനിലുള്ള വണ്ടികൾ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഇനിയിപ്പോൾ വർക്കിനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. 88 മോഡൽ RX 100 എക്സ്കോർട്ട് ഹിഷാമിന്റെ ഉപ്പ ഷെരീഫ് മരിക്കും വരെ ഉപയോഗിച്ച വാഹനമായിരുന്നു. പിന്നീട് വിറ്റു. എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാറായതോടെ ഉപ്പയുടെ വണ്ടി തിരികെ വേണമെന്ന ആഗ്രഹത്തിൽ മാസങ്ങളോളം വാഹനം വാങ്ങിയവർക്ക് പിന്നാലെ നടന്ന് ഒടുവിൽ അതും സ്വന്തമാക്കിയ കഥയും ഹിഷാമിന് പറയാനുണ്ട്. തന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പുറകെ പായാനാണ് ഹിഷാം പഠിച്ചത്. ഉപയോഗിച്ച വണ്ടി തന്നെ കിട്ടണം എന്നുള്ളൊരു വാശി വാങ്ങിച്ചു. അപ്പം അതിൽ ആൽബത്തിലുള്ള ഫോട്ടോയിൽ ആ നമ്പർ കണ്ടിട്ട് അത് പക്ഷേ അത് ഒരുപാട് ഒരു 2 വർഷം 3 വർഷം 2 വർഷം പിന്നാലെ കിട്ടിയിട്ടും ആള് വണ്ടി തരൂല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നാൽ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കും. കിട്ടിയില്ല അമ്മച്ചിയെ. ഞാനും പറയും കിട്ടുമായിരിക്കും, അവരുടെ മൈൻഡ് ചേഞ്ച് ആവും എന്നുള്ള ഒരു. പിന്നെ അത് കിട്ടി. പക്ഷെ കിട്ടുമ്പോൾ കളറും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. എടപ്പാൾ അംശകച്ചേരി സ്വദേശിയായ ഹിഷാം അറക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. ന്യൂസ് 18 തിരൂർ. വായനയുടെ ഫലപ്രദമായ ചർച്ചകൾ നടക്കുന്ന ഒരിടമുണ്ട് കോഴിക്കോട്ട്. വായനയുടെ വസന്തം ഈ മുയിപ്പോത്തുകാർക്ക് അനുഭവപ്പെടുന്നത് പുസ്തക ചർച്ചകളിലൂടെയാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ എഴുത്തുകാരൻ തന്നെ എത്തുമ്പോൾ ആവേശം കൂടും. ബെന്യാമിനും R രാജശ്രീയുമെല്ലാം വീട്ടുമുറ്റത്തെ ഈ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മുയിപ്പോത്ത് എന്ന ഗ്രാമം സായാഹ്നങ്ങളിൽ പുസ്തകം ചർച്ച ചെയ്യുകയാണ്. വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഇതിനകം 45ഓളം സംവാദങ്ങളും ചർച്ചകളും നടന്നു. R രാജശ്രീയുടെ ആത്രേയകവും ബെന്യാമിന്റെ മോൺട്രീഷ്യർ ഡയറിയുമെല്ലാം എഴുത്തുകാരനൊപ്പം ഇരുന്ന് അവർ ചർച്ച ചെയ്തു. സോഷ്യൽ ഫാബ്രിക്സിന് വളരെ ശക്തമായ ഒരു ഇടം നൽകുക എന്നൊക്കെയുള്ള വലിയ ആശയങ്ങളാണ് സാഹിത്യ ചർച്ചയ്ക്കുപരിയായി ഇതിലൂടെ സാധ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളിൽ കുട്ടികളിലൊക്കെ സാഹിത്യവാസന വളർത്തുന്നതിനും കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുന്നതിനുമൊക്കെ ഈ സാഹിത്യ ചർച്ച വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകർക്ക്, പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇതിന്റെ ആശയം രൂപം നൽകിയവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നു. സംവാദാത്മകമായ വീട്ടുമുറ്റങ്ങൾ എന്ന ലക്ഷ്യവുമായി 2018 തുടങ്ങിയ ജനകീയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പുസ്തക ചർച്ചകൾ നടക്കുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈനായും ചർച്ചകൾ നടന്നിരുന്നു. 2018 ജനുവരി 4 രൂപം കൊണ്ട ഈ സാംസ്കാരിക സംഘം ഏതാണ്ട് 80ഓളം പരിപാടികൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ പൊതുയിടത്തെ, നഷ്ടപ്പെടുന്ന പൊതുയിടങ്ങളെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ജനകീയ സാംസ്കാരിക വേദി പ്രവർത്തിക്കുന്നത്. പുസ്തകങ്ങൾ വിലക്കിഴിവിലെത്തിക്കാനും സംഘാടകർക്ക് കഴിയാറുണ്ട്. സാംസ്കാരിക, നാടക, കലാസാഹിത്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഗ്രാമം. ന്യൂസ് 18 കോഴിക്കോട്. കോതമംഗലത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ ചേർന്ന് രൂപം നൽകിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പിണ്ടിമനയിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. കൃഷിയെ തൊട്ടറിയാൻ സ്കൂൾ കുട്ടികളും പാടത്തിറങ്ങി. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ MS ജോർജ്, എൽദോസ്, ഏലിയാസ്, ബെന്നി, എൽദോസ് കറിയ എന്നീ 5 പേർ ചേർന്ന് രൂപം നൽകിയ കതിർ കൂട്ടായ്മയാണ് ചെറായി വിൽസന്റെ പാടത്ത് കൃഷി ഇറക്കിയത്. 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നെല്ല്, വാഴ, പയർ, ബീൻസ്, വെണ്ട, ചുരയ്ക്ക, ക്യാബേജ് തുടങ്ങിയവ കൃഷി ചെയ്തു. കൃഷിയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരാൻ പിണ്ടിമന UP സ്കൂളിലെ വിദ്യാർത്ഥികളെയും വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചു. യന്ത്രസഹായത്തോടെ നടന്ന കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ K. ജോൺ അധ്യക്ഷത വഹിച്ചു. നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്ത് 100 മേനി വിളയിച്ച കതിർ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു. കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പിണ്ടിമന കർഷക കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പിണ്ടിമന ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ നല്ല ഒരു
കൃഷി വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. പിണ്ടിമന ഭരണസമിതിക്ക് വേണ്ടി, പിണ്ടിമന കൃഷിഭവന് വേണ്ടി പ്രത്യേകം കതിർ കൂട്ടായ്മയെ അഭിനന്ദിക്കുവാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്. നെല്ല് കൊയ്യുന്നതിനെ കുറിച്ച് ഇതുവരെ കേട്ടറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇവിടെ വന്ന് ഇത് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു. പാടം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാടം ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂട്ടുകാരിമാർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. 5 വർഷം മുൻപ് കൂട്ടായ്മ രൂപീകരിച്ച് ആരംഭിച്ച കൃഷി വിജയകരമായതുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നതെന്ന് കതിർ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എൽദോസ് കറിയ പറഞ്ഞു. ഞങ്ങൾ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന 5 പേരാണ് ഇതിൻ്റെ അകത്ത്. ബിസിനസ് പരമായിട്ടും കാർഷിക മേഖലപരമായിട്ടും പല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന 5 കൂട്ടർ ഒന്നിച്ചാണ് ഇത് ആദ്യമേ ഞങ്ങൾ തുടങ്ങി. നല്ല രീതിയാണ് തുടങ്ങി. കണ്ടതുകൊണ്ടാണ് 100% വിജയമാണ് കണ്ടതുകൊണ്ടാണ് വീണ്ടും ഈ കൂട്ടായ്മ ഉണർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് അട്ടപ്പാടി താലൂക്ക് തല അദാലത്തിൽ മന്ത്രിയെ കണ്ട അപേക്ഷ സമർപ്പിച്ച് വിദ്യാർത്ഥികൾ. കാലറ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളായ ആരാധ്യയും മയൂഖയുമാണ് സ്കൂളിന്റെ നവീകരണത്തിനുള്ള അപേക്ഷയുമായി എത്തിയത്. സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ച് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉറപ്പു നൽകി. പ്രധാന അധ്യാപിക സിന്ധു സാജൻ, PTA പ്രസിഡന്റ് പ്രേമചന്ദ്രന്റെ ഒപ്പമാണ് കുട്ടികൾ അദാലത്തിൽ പങ്കെടുത്തത്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫും വാങ്ങിയാണ് കുട്ടികൾ മടങ്ങിയത്. തിരുവനന്തപുരം കുന്നത്തുകാൽ ചിമ്മണ്ടി നീലകേശി വിദ്യാപീഠത്തിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ചരിത്ര നേട്ടത്തിന് നിറവിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ടൈപ്പോഗ്രാഫിക് ചിത്രരൂപം നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ ഇന്ത്യ ബുക്കിൽ ഇടം പിടിച്ചത്. 20 അടി പൊക്കത്തിലും 10 അടി വീതിയിലുമാണ് ടൈപ്പോഗ്രാഫിക് ചിത്രരൂപം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ചേർന്ന് വരച്ചെടുത്തത്. പൂർണ്ണമായും കോട്ടൺ തുണിയിലാണ് ചിത്രം വരയ്ക്കാനുള്ള അടിസ്ഥാനം ഒരുക്കിയത്. സമകരം തന്നെയായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം നിലത്ത് വിരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിലത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിലും എല്ലാവരും നിലത്ത് കുത്തിയിരുന്നിട്ടാണ് ഈ റൈറ്റിംഗ് പൂർത്തിയാക്കിയത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാവുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ അനധ്യാപകർ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ട് അവരിത്രയും പേരും സത്യം പറഞ്ഞാൽ എഴുതിയപ്പോൾ തന്നെ ചരിത്രം പഠിച്ചു. പ്രധാനമന്ത്രിയുടെ ജീവചരിത്രം പേന കൊണ്ട് എഴുതിയാണ് ഈ ചിത്രരൂപത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നാം എല്ലാവരും സാധാ എഴുതുന്ന ബോൾ പെൻ വെച്ചാണ് എഴുതിയത്. അതും അദ്ദേഹത്തിൻ്റെ 20 അടി പൊക്കത്തിലുള്ള ഒരു ഇതായിരുന്നു, ടൈപ്പോഗ്രാഫിക് പിക്ചറായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് 20 അടി ആയിരുന്ന തുണിയിലാണ് നാം ഇത് ചെയ്തിരുന്നത്, ഇത് എഴുതിയത്. സ്കൂളിലെ അധ്യാപകനായ ബിപിൻ രാജിന്റെ നേതൃത്വത്തിൽ 3 ദിവസമെടുത്താണ് ഈ കലാസൃഷ്ടി തയ്യാറാക്കിയത്. മോദിജിയുടെ ടൈപ്പോഗ്രാഫിക് പോർട്രേറ്റ് ആണ് ഞങ്ങളിപ്പം നിർമ്മിച്ചിരിക്കുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. ഈ അവസരത്തിൽ എനിക്ക് നന്ദിയോടെ പറയാനുള്ള 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഞങ്ങളുടെ HM, അതുപോലെ തന്നെ ഒന്ന് സ്കൂൾ മാനേജ്മെൻറ്റ്. ഈ ഐഡിയ ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്യാൻ സഹായിച്ച HM അജിത സുശീല മാമിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രധാനമന്ത്രിയുടെ ജീവിത ചരിത്രങ്ങളും അനുഭവങ്ങളും മനസ്സിലാക്കാൻ ഈ ഒരു ഉദ്യമം കൊണ്ട് സാധിച്ചു എന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോടികൾ ചിലവഴിച്ച് കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച തെരുവുനായ വന്ധ്യം കരട പദ്ധതി പാതി വഴിയിൽ. നഗരത്തിൽ തെരുവുനായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ അഭാവമാണ് പ്രവർത്തനം മുടങ്ങാൻ കാരണമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ജനുവരി മുതൽ ABC വാഹനവും കട്ടപ്പുറത്തായി. വർഷത്തിൽ ഏകദേശം 4000 നായ്ക്കളെ വന്ധീകരിക്കാൻ 1.20 കോടി രൂപ ചിലവിട്ട് 2015 പദ്ധതി ആരംഭിച്ചത്. ബ്രഹ്മപുരത്ത് ആരംഭിച്ച അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിൽ 10 വർഷത്തിനിടെ വന്ധ്യംകരിച്ചത് 8198 നായ്ക്കളെ മാത്രം. ആവശ്യത്തിന് ജീവനക്കാരില്ല. ABC കേന്ദ്രത്തിലെ വാഹനം കേടായതോടെ നായ്ക്കളുടെ വന്ധ്യകരണവും നടക്കുന്നില്ല. നഗരത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യവും ആക്രമണവും വർദ്ധിച്ചു വരികയാണ്. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ഭീഷണിയായി നായ്ക്കൾ മാറി. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കാൻ മൃഗസ്നേഹികൾ ഉള്ളതിനാലാണ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നാണ് കൊച്ചി നഗരസഭ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ABC വാഹനം ശരിയാക്കി പദ്ധതി പുനരാരംഭിക്കുമെന്നും ചെയർമാൻ. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവരൊരു ആശയം കൊണ്ടുവന്നു. കാരണം ഒരു വെബ്സൈറ്റ് ആരംഭിച്ച് ഒരു അഡോപ്ഷൻ കേന്ദ്രം തുടങ്ങാം എന്നുള്ള. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ ആ ABC ഹോസ്പിറ്റൽ ഒന്ന് വിപുലീകരിക്കുവാനും വാഹനങ്ങൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വാഹനമേ ഉള്ളൂ. ഞങ്ങൾ 3 വാഹനങ്ങൾ പുതിയതായി വാങ്ങി കുറച്ച് വിപുലീകരിച്ച് കുറച്ച് കൂടുകളൊക്കെ അവിടെ കൂടുതൽ പണിത് ഈ അഡോപ്ഷൻ സെൻറ്റർ ആരംഭിക്കുക എന്നുള്ള കഴിഞ്ഞ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾ 9 അംഗങ്ങളും
ഏകപക്ഷീയമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ഫണ്ട് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്ന BPC ഭാരത് പെട്രോളിയമാണ്. അവരുമായി ഡിസ്കസ് ചെയ്ത് അതിനകത്ത് സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ്, പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൻ്റെ. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ABC സെന്റർ നവീകരിക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനും പദ്ധതിയുണ്ട്. ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. നാട്ടിലെന്തുണ്ട് പൂർണ്ണമാവുകയാണ്. നമുക്കിനി നല്ല വാക്ക് കാണാം. അതിനുശേഷം പ്രധാന തലക്കെട്ടുകളുണ്ടാകും, മറ്റ് വാർത്തകളും ഉണ്ടാകും.